െതിരെ അവർ ചെറിയ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. പോലീസിന്റെ ഭാഗത്തുനിന്ന് ശരിയായ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നില്ല. തങ്ങളുടെ വിശ്വാസികളെ ആക്രമിക്കുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുമായിരുന്നില്ല. അത്തരത്തിൽ പോലീസിന്റെ ഒരു സംരക്ഷണം കിട്ടിയിരുന്നില്ല. പോലീസിന്റെ ഒരു ചെറിയ സംഘർഷ സാധ്യതയുള്ള സ്ഥലമാണ്. ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ ദേഹപരിശോധന നടത്തുകയും അത്തരത്തിലുള്ള ചെറിയ സംഭവവികാസങ്ങൾ ഇവിടെ ഉണ്ടായത്. ആ സമയത്ത് ഇവിടെ ഒരു പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഒരു പുലർച്ചെ നടന്ന പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ കാതോലിക്ക തോമസ് പ്രഥമൻ ബാവ ഇപ്പോൾ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. നേരത്തെ ഇവിടെ മർദ്ദനമേറ്റ ഇവിടുത്തെ പള്ളിയിലെ മാനേജർ അദ്ദേഹവും ഇപ്പോൾ എറണാകുളത്തെ കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ശക്തമായ പോലീസ് സുരക്ഷാ സംവിധാനമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യാക്കോബായ വിഭാഗം രാത്രി കള്ളന്മാരെ പോലെ തൃക്കുന്നത്ത് സെമിനാറിയിൽ അതിക്രമിച്ചു കിടക്കുകയായിരുന്നുവെന്ന് ഓർത്തഡോക്സ് വിഭാഗം ആരോപിച്ചു. ഓർത്തഡോക്സ് സഭാംഗങ്ങളെ മർദ്ദിച്ച് അവശരാക്കിയ ശേഷമാണ് യാക്കോബായ വിഭാഗം പള്ളിയിൽ കയറി ആരാധന നടത്തിയതെന്നും ആലുവ രൂപതാധ്യക്ഷൻ യൂഹനോൻ മാർ പോളികാർപ്പസ് പറഞ്ഞു. സെമിനാരിക്ക് സുരക്ഷയൊരുക്കുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചുവെന്നും അവർ ആരോപിച്ചു. ഇന്നലെ ഞാൻ പാലക്കാട് അപ്പുറത്ത് മേലാറ്റൂര് പെരുന്നാളിനെ സംബന്ധിക്കാൻ പോയതാണ്. ഇന്ന് വെളുപ്പിനെ ഇവിടുന്ന് എന്റെ ഇവിടെ താമസിക്കുന്ന ഒരു കൊച്ചു വിളിച്ചു പറഞ്ഞു, തിരുമേനി ഞങ്ങളെല്ലാം തല്ലുന്നു. എന്താണ് നിലവിളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞാൻ എഴുന്നേറ്റ പാട് ഓടി വരികയായിരുന്നു. എന്റെ മാനേജനെ ചവിട്ടി താഴെയിടുകയായിരുന്നു. അതും ചെയ്യരുതാത്ത ആളാണ് ചെയ്തത്. ഒരു മെത്രാപ്പോലീത്ത അന്തിമോസ്, പേര് പോലെ തന്നെ അന്ത്യത്തിനുള്ള ഒരു പ്രയോഗം അദ്ദേഹം ചെയ്തത് എനിക്ക് തോന്നുന്നു. വളരെ കഷ്ടതരമായി പോയി. അദ്ദേഹം എന്റെ അച്ഛനെ ചവിട്ടി അദ്ദേഹത്തെ ഐസിയുവിലെ കോലഞ്ചേരിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മറ്റേ എന്റെ പിള്ളേരെയും മർദ്ദിച്ച് അവശരാക്കി അത് കല്ലിൽ തുറന്ന് കുർബാന ചൊല്ലി. അങ്ങനെ കുർബാന ചൊല്ലിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച്. അത് മോളിൽ നിന്ന് തന്നെ തീരുമാനിക്കട്ടെ തിരുവനന്തപുരം. ഏതായാലും ഇപ്പോൾ ചെയ്തത് വളരെ കഠിനമായി പോയി.